رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ثم لتسألن يومئذ عن النعيم സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സന്നിധിയിലേക്ക് നാം എല്ലാം മടങ്ങിപ്പോകുന്ന സമയം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും തൗഹീദിൻ്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ഉച്ചരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നാളിൽ വിജയികളായി തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് ജനിച്ച മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ട ആളുകളാണ്. വിശ്വാസികളെന്ന നിലക്ക് നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ സമയമെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കും എന്നുള്ളതാണ്. മരണത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ആർക്കും സംശയമില്ല. മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് അവസാന യാത്ര എന്നുള്ളത്. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളാണ്. ആ ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ഖുതുബയിൽ കേൾക്കുന്നു, ക്ലാസ്സുകളിൽ കേൾക്കുന്നു. പക്ഷെ പലപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാം ആസ്വദിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. തുടക്കത്തിൽ ഓതിയ വചനം നമ്മളൊക്കെ മനഃപ്പാഠമാക്കിയ സൂറത്ത് തന്നെയാണ്. ആ സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന വാചകമാണ്
സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായിട്ടും ആ ദിവസത്തിൽ എല്ലാ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. സംശയമില്ല കാര്യത്തിൽ. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അൽ. നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു അടിമയുടെ കാൽപാദം 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ഉയർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. 4 കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ കാൽപാദം ഒരു അനക്കം പോലും എടുത്തുയർത്താൻ പോലും നമുക്ക് കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം അൻ ഉംരിഹി ഫീമ അഫ്നാഹു, ആയുസ് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ടാമത്തേത് അൻ ഇൽമിഹി ഫീമ ഫഅല, ജീവിതത്തിൽ ഒരുപാട് അറിവുകൾ സമ്പാദിച്ചു നമ്മൾ, ആ അറിവ് കൊണ്ട് എന്തു ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തേത് അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എങ്ങനെയാണ് ഞാനും നിങ്ങളും പണം സമ്പാദിച്ചത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത് എന്നുള്ളതാണ്. നാലാമത്തെ വിഷയം വൻ ജിസ്മിഹി ഫീമ അബ്ലാഹ്, നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് നാം കഴിച്ചു കൂട്ടിയത് എന്നതിനെ സംബന്ധിച്ചാണ്. ഈ 4 ചോദ്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന ചോദ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. അതിലൊന്നാമത്തെ വിഷയം എന്താണ്? ഓരോന്നിൻ്റെയും വിശദീകരണത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ വിഷയം നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ചാണ്. അൻ ഉംരിഹി ഫീമ അഫ്നാഹു, ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ എത്ര കാലഘട്ടം ഞാനും നിങ്ങളും ജീവിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര പോകുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ ജുമുഅ കഴിഞ്ഞ് ഒരു പക്ഷേ അസ്ർ നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ ഒരു മയ്യിത്ത് നമസ്കാരമുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ പള്ളിയിൽ വന്ന നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ്റെ മയ്യിത്ത് നമസ്കാരമാകും. ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ആരാണ്, എപ്പോഴാണ്, എവിടെ വെച്ച് മരണപ്പെടും, നമുക്കറിയില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യം. എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ എത്ര വർഷങ്ങൾ ഞാനും നിങ്ങളും പിന്നിട്ട് കഴിഞ്ഞു. 35 വർഷം പിന്നിട്ട ഞാനും ഓരോ വയസ്സ് നിങ്ങളെടുത്ത് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രായം കണക്കാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ഇത്രയും കാലഘട്ടം നമുക്ക് ലഭിച്ചുവെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്രത്തോളം സമയം ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് ഇത്രയും കാലഘട്ടം കഴിഞ്ഞു പോയി എങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും നിങ്ങളും ഏറ്റവും വലിയ നഷ്ടക്കാരായി തീരും എന്നുള്ളതാണ്. ജീവിതം എന്നുള്ളത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. മനുഷ്യനെ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ക്ലേശം സഹിക്കേണ്ട നിലയിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ജീവിതവും മരണവും സൃഷ്ടിച്ചത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അവനാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത്. അല്ലാഹുവാണ്. എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവൻ, ഏറ്റവും നന്നായി പണിയെടുക്കുന്നവനായാണ്. അതറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൃഷ്ടിച്ചത്. ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും.
ആ സമയത്തൊക്കെ ക്ഷമിക്കാൻ, നമ്മുടെ വിശ്വാസത്തിന് ശക്തി കൂട്ടാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാത്തൊരു വചനമാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സമ്പത്ത് കൊണ്ട് അതിൽ കുറവുണ്ടാകും, കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും, വേണ്ടപ്പെട്ട ആളുകൾ അല്ലാഹു ഭൂമിയിൽ നിന്ന് തിരിച്ചു പിടിക്കും, നിങ്ങൾ ചെയ്യുന്ന കൃഷികളിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ആ സമയത്തൊക്കെ വബശ്ശിരി സ്വാബിരീൻ, നബിയെ ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയേണ്ട വാചകം എന്താണ്? ക്ഷമ കൊണ്ട് നമ്മൾ പറയേണ്ട വാചകം അതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകേണ്ട ആളുകളാണ്. ഈ വാചകം എപ്പോഴും പറയണം. ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, പ്രയാസം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പറയേണ്ട വാക്കാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ. ഏത് ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാലും, ആപത്ത് ബാധിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പറയേണ്ട വാക്കാണത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. രാവിലെ എഴുന്നേറ്റു, നമസ്കരിച്ചു, കുളിച്ചു, ജോലിക്ക് പോയി, വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തി, പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രം പോലെ യാതൊരു നന്മകളും സൽക്കർമ്മങ്ങളും ചെയ്യാതെ ജീവിതം ഒരുപാട് സാമ്പത്തികമായിട്ട് കെട്ടിപ്പടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരായിക്കൊണ്ട് നമ്മൾ മാറാൻ പാടില്ല. നമ്മളൊക്കെ വിശ്വാസികളാണ്. ഒരുപാട് നന്മകൾ ഓരോ ദിവസവും എനിക്കും നിങ്ങൾക്കും സമ്പാദിക്കാൻ കഴിയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക്, ജുമാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് നിങ്ങൾ എത്തിയെങ്കിൽ ഇത്രയും സമയം എന്തെല്ലാം സൽക്രമങ്ങൾ നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സുബഹി നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ രാവിലെ എഴുന്നേറ്റ സമയത്തുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ കയറുന്ന സമയത്തുള്ള പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകൾ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ, നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ വിഷയത്തിലൊക്കെ ഒരുപാട് മുന്നേറാൻ ഇന്നത്തെ ദിവസം എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആയുസ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അതുകൊണ്ട് ബോധമുണ്ടാകണം. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എവിടെ, എപ്പോൾ, എങ്ങനെ മരണപ്പെടുമെന്ന് നമുക്കറിയില്ല. എത്രയോ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുന്നു. അങ്ങാടിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ രാവിലെ 9 മണിക്ക് കണ്ട് സംസാരിച്ച മനുഷ്യൻ 11 മണിക്ക് അറ്റാക്ക് വന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ വാർത്തകൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യാതൊരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ. ഇത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം. അഹങ്കാരവും സകല തിന്മകളും മനസ്സിലേന്തിക്കൊണ്ട് ആർഭാട ജീവിതം നയിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവസാനം കന്നുകാലിയെ പോലെ മരണപ്പെട്ടു പോകുന്ന, ചത്തൊടുങ്ങുന്ന അവസ്ഥയിലേക്കല്ല വിശ്വാസികൾ അവരുടെ ജീവിതം കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കൊരുപാട് നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ആയുസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്താണ്? വൻ ഇൽമിഹി ഫീമ ഫഅല. അറിവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മതപരമായിട്ട് ഞാൻ എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു, ഭൗതികപരമായിട്ട് വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, രണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പള്ളിയിൽ കൂടിയ ഭൂരിഭാഗം ആളുകൾക്കും പറയാനുണ്ടാവും, ഭൗതികമായിട്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ ഞാൻ നേടി എന്നുള്ളതാണ്. ഭൗതികമായിട്ട് ഒരുപാട് വിജ്ഞാനങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഒരു മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാ നിലക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. എത്ര പെട്ടെന്നാണ് മൊബൈൽ എടുത്തുകൊണ്ട് എല്ലാ ആപ്പിലേക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കും ആ കുട്ടി നീങ്ങുന്നത്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മതപരമായിട്ടുള്ള വിഷയത്തിൽ ഞാനും നിങ്ങളും എത്രത്തോളം അറിവ് സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമുള്ള വിഷയമാണ് വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്ത്? വിജ്ഞാനം സമ്പാദിക്കണം, അറിവ് സമ്പാദിക്കുക എന്നുള്ളത് നിർബന്ധമാണ്.
ഭൗതികമായിട്ട് മാത്രമല്ല, മതപരമായിട്ടും വേണം. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒക്കെ എത്രത്തോളം പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു തരീഖൻ ഇലൽ ജന്ന. അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അവൻ അറിവിൻ്റെ മാർഗത്തിൽ വിജ്ഞാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു തരീഖൻ ഇലൽ ജന്ന, അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അറിവിൻ്റെ വിഷയത്തിൽ നമ്മൾ തയ്യാറാണോ, അള്ളാഹ് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അള്ളാഹ് നമ്മളെ സഹായിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അറിവിൻ്റെ വിഷയത്തിൽ ഭൗതികമായിട്ട് പോട്ടെ, ഒരുപാട് വിവരങ്ങളിലൊക്കെ നമ്മൾ നേടിയിട്ടുണ്ട്. മതപരമായിട്ടുള്ള വിജ്ഞാനത്തിൽ എവിടെ നിൽക്കുന്നു അല്ലേ? ഒരു 50 വയസ്സുള്ള ഒരു സഹോദരൻ ചോദിച്ചത് മയ്യത്ത് നമസ്കാരം 4 റക്അത്തല്ലേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, മയ്യത്ത് നമസ്കാരത്തിൽ റക്അത്തുണ്ടോ? ഇല്ല, 4 തക്ബീർ മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ചോദിക്കണമെങ്കിൽ വിജ്ഞാനത്തിന്റെ മതപരമായിട്ടുള്ള വിഷയത്തിൽ നാം ഒക്കെ എവിടെ നിൽക്കുന്നു? തയമ്മും പോലും അറിയാത്ത ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമസ്കാരത്തിന് ഒളുവെടുക്കാൻ വെള്ളം കിട്ടിയില്ല എങ്കിൽ എങ്ങനെയാണ് തയമ്മും ചെയ്യുക? അതുപോലും അറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്ര വിഷയങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. മതപരമായിട്ടുള്ള വിഷയത്തിൽ എത്രത്തോളം ഇൽമി നേടാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യണം. നിങ്ങൾ നോക്കൂ, അതിനുള്ള പ്രതിഫലത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ റിളൻ ലിതാലിബിൽ ഇൽമി. അറിവ് തേടുന്നവനോടുള്ള ഇഷ്ടം കൊണ്ട് മലക്കുകളുടെ ചിറക് അവന് താഴ്ത്തി കൊടുക്കുമെന്നുള്ളതാണ്. ആർക്ക്? അറിവ് തേടാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ ചിറക് അവന് വേണ്ടി താഴ്ത്തി കൊടുക്കും. മാത്രമല്ല, വഇന്ന ത്വാലിബൽ ഇൽമി യസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാഇ വൽ അർദ് ഹത്തൽ ഹീതാനി ഫിൽ മാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, അറിവ് തേടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ പോലും അവന് വേണ്ടി പാപമോചനം തേടും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൽമിയായിട്ടുള്ള സദസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രതിഫലമാണിത്. ഖുർആൻ ഹിഫ്ളാക്കുന്ന വിഷയത്തിൽ, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള നേട്ടമാണ് ഹദീസിലൂടെ പറയുന്നത്. ആകാശഭൂമികളിലുള്ളതും ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ പോലും നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമാണോ? അറിവ് തേടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യൻ അതുകൊണ്ട് അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാലും ഖബറിലേക്ക് ലഭിക്കും. ഇതാ മാത്രമല്ല, ഇൻസാനുൻ കതഅമലുഹു മിൻ സലാസ്. 3 കാര്യങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ വിഷയമാണ് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയത്, സുബഹി നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ റസൂൽ പതിവാക്കിയ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്കൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അവിടെ ആദ്യം പറഞ്ഞ വിഷയം എന്താണ്? ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനം എന്നുള്ളത്. ഈ വിഷയം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു, പണം സമ്പാദിക്കുന്ന വിഷയം. നമ്മളൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന വിഷയമാണ്. നമ്മളൊക്കെ ആലോചിക്കണം, നമ്മുടെ പോക്കറ്റിലെത്തുന്ന പണം, നമ്മുടെ അക്കൗണ്ടിലെത്തുന്ന പണം, അത് ഹറാമാണോ ഹലാലാണോ? സമ്പത്ത് ഹലാല് മാത്രമാകണം. ഹറാമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് നമ്മൾ സമ്പാദിച്ചതെങ്കിൽ അതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബി യാ റബ്ബി. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? വമത്അമഹു വമശ്റബഹു വമൽബസഹു വഉദിയൽ ഹറാം. അവൻ കഴിച്ച ഭക്ഷണം, അവൻ കഴിച്ച പാനീയം, അവൻ ഉടുത്ത വസ്ത്രം എല്ലാം ഹറാമിലാണ്. ഫഅന്നാ യുസ്തജാബു ദാലിക്, എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുക? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഹറാമിൻ്റെ ഒരു ഭാഗമെങ്കിലും എൻ്റെയും നിങ്ങളുടെയും വയറ്റിലെത്തിക്കഴിഞ്ഞാൽ
അത് ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, ഉടുത്ത വസ്ത്രം പോലുമാകട്ടെ, ഹറാമാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. കച്ചവടം ചെയ്യുന്ന ആളുകളും ശ്രദ്ധിക്കണം. കച്ചവടം ഇസ്ലാം അനുവദിച്ചു അല്ലേ? പലിശ നിരോധിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു കച്ചവടം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാകണം? രണ്ട് കൂട്ടരും തൃപ്തിപ്പെടണം, വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും. കച്ചവടക്കാരനും അതേപോലെ ആ കടയിൽ വാങ്ങാൻ വരുന്ന മനുഷ്യർ രണ്ടുപേരും തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ പണം കൃത്യമായിട്ട് വാങ്ങുകയും ആളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിൽ, പറ്റിക്കുന്ന അവസ്ഥയിൽ കച്ചവട വസ്തുക്കൾ പഴയത് കൊണ്ടുപോയി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ കൊണ്ടുവന്നതാണ് ഏറ്റവും ഫ്രഷാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം കാണിച്ചുകൊണ്ട്, ചതി കാണിച്ചുകൊണ്ട്, വഞ്ചന കാണിച്ചുകൊണ്ട് തന്റെ റസൂൽ പറഞ്ഞു മൻ വശന ഫലൈസ മിന്ന, വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അത് പാടില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല നിലക്കാകണം, ആ പണം നല്ല രൂപത്തിൽ ചെലവഴിക്കണം എന്നുള്ളതാണ്. പിന്നെ പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. അത് നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ, വലിയ തിന്മയാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വാങ്ങാനും കൊടുക്കാനും എഴുതുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഒരേ സമമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? സമ്പത്ത് ഹലാലായത് നിങ്ങൾക്ക് ഭക്ഷിക്കാം. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിലുള്ളത് നിങ്ങൾക്ക് പരിശുദ്ധമായിട്ടുള്ളത്, അനുവദനീയമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. പിശാചിൻ്റെ കാലടികൾ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, വ്യക്തമായ ശത്രുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആര് വന്ന് പണം ചോദിക്കുമ്പോഴും എന്തിനാണ് ഈ പണം, എന്തിനാണ് ഈ പണം? നിങ്ങൾ ഈ വീട്ടിൽ റസീറ്റുമായിട്ട് വന്നല്ലോ, എന്തിനാണ് ഈ പണം? അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഹലാലാണോ കൊടുക്കാം, ഹറാമിന് കൊടുക്കരുത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ പത്രങ്ങൾ പുറത്തുവിട്ടു 200 കോടി രൂപയാണ് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവാക്കൾ ചെലവഴിച്ചത്. 200 കോടി രൂപ സംസ്ഥാനത്ത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഈ പണം ചെലവഴിച്ചത്? എന്തിനാണ് ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ കട്ടൗട്ട് സംസ്ഥാനത്തെ പാതയിൽ മുഴുവൻ, ഫ്ലക്സ് ബോർഡുകൾ നാടിൻ്റെ മുക്കിലും മൂലയിലും, എല്ലാ രാജ്യത്തിൻ്റെയും പതാകകൾ, എന്നിട്ട് ഓരോ രാജ്യത്തിൻ്റെ കളി കാണാൻ വേണ്ടി പ്രത്യേകമായ സ്ക്രീനും പന്തലും ലൈറ്റും സൗകര്യവും ചെയ്തു കൊടുത്ത മനുഷ്യർ അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾ ഈ സമയം, ഈ സമ്പത്ത് ചെലവഴിച്ചത് പറയേണ്ടി വരും. അതിന് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടോ? ഹറാമിലേക്കാണ് കൊടുത്തത്. എത്ര ആളുകളാണ് രാത്രി 12:30 മണിക്ക് അങ്ങാടി യുവാക്കൾ മൊത്തം ഒറ്റ ജമാഅത്ത് നമസ്കാരത്തിന് പോലും ഈ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നില്ല. രാത്രി 12 മണിക്കും 1 മണിക്കും കളി കാണുന്ന യുവാക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമയം നിങ്ങൾ 1.5 മണിക്കൂർ ഫുട്ബോളിന് വേണ്ടി മാറ്റിവെക്കുന്നുവെങ്കിൽ സുബഹി നമസ്കാരത്തിനെന്ന് ഒരു 10 മിനിറ്റ് സമയം അള്ളാഹുവിന്റെ വിളിക്കുത്തര നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് വരാൻ മടി കാണിക്കുന്നു. മനസ്സിനോട് നമ്മൾ ചോദിക്കുക. കുറച്ച് സുഹൃത്തുക്കളും ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പോകും. ഒരു വേദന വന്നു കഴിഞ്ഞാൽ മതി, ഒറ്റ ദിവസം ഹോസ്പിറ്റലിൽ കിടക്ക്, അള്ളാനെ ബോധം വരും. ആലോചിക്കൂ, നിങ്ങൾ ഇത്രയും പണം ചെലവഴിച്ചത് ചില്ലറ കാര്യമാണോ? 200 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനേക്കാൾ നന്മകൾ ചെയ്യാമായിരുന്നു. ലഹരിക്കെതിരെ വ്യാപകമായിട്ട് ക്യാമ്പയിൻ എല്ലാവരും പ്രഖ്യാപിച്ചു. ആ നിലക്ക് എല്ലാ യുവാക്കളും ചേർന്ന് നാടുനീളെ ഒരു ബോട്ടെങ്കിലും തൂക്കിയെങ്കിൽ, യുവസമൂഹമേ, നമ്മൾ ലഹരിയുമായി ബന്ധപ്പെടേണ്ട, നമുക്കത് വേണ്ട, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കേണ്ട, ഒരു ചെറിയ വാചകമെങ്കിലും എഴുതി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാതൃക കാണിച്ചു കൊടുക്കണം നമ്മൾ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കളി കാണുന്നത്, കളിക്കാൻ പോകുന്നത് അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പണം ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ സമ്പത്ത് ചെലവഴിക്കുന്നത്? അൽഹംദുലില്ലാ, കുഴപ്പമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലാണെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, പണക്കാരായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ കടന്ന് 500 വർഷം കാത്തിരിക്കണം. ആകെ പാവപ്പെട്ട ആളുകൾ സ്വർഗത്തിൽ കടന്ന്
അവരുടെ വിചാരണയ്ക്ക് വേണ്ടി, പണക്കാരായിട്ടുള്ള ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി അത്രയും കാലം കാത്തിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ. സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു, മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖഹു, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ചാണ്. വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, ശരീരം അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നാലാമതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ യുവത്വ കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിക്കണം. യുവത്വ കാലഘട്ടം നല്ല മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കണം. യുവത്വ കാലഘട്ടം ഈ പള്ളിയിൽ കൂടിയ യുവാക്കളാണല്ലോ കൂടുതൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പള്ളിയിലേക്ക് എത്താൻ, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ആ ക്ലാസ്സിലൊന്ന് പങ്കെടുക്കാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിലൊക്കെ സജീവമായിട്ടൊരു സാന്നിധ്യമുണ്ടെങ്കിൽ, മതപരമായിട്ടുള്ള വിഷയത്തിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ തൊട്ടുമേലെ നിൽക്കുകയാണ്, നമ്മുടെ തലക്ക് തൊട്ടുമീതെ. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 7 വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിംഹാസനത്തിന്റെ തണലിട്ട് കൊടുക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഠിനമായ ചൂടിൽ നമ്മളിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം പ്രയാസമുണ്ടാകും നമുക്ക്. അപ്പോൾ സൂര്യൻ തൊട്ടുമേലെ നിൽക്കുകയാണ്, എല്ലാവരും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. വിശ്വാസം പറയുന്നുണ്ട്, കാലിൻ്റെ മുട്ടുവരെ, വയറിൻ്റെ ഭാഗം വരെ, നെഞ്ച് വരെ ശ്വാസം കിട്ടാത്ത പ്രയാസത്തോ അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ സിംഹാസനത്തിലെ തണലിട്ട് കൊടുക്കുകയാണ്. തണലിട്ട് കൊടുക്കുന്നു 7 വിഭാഗത്തിന്. അതിൽ രണ്ടാമത്തെ വിഭാഗം ഏതാണ്? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയ ഒരു കൂട്ടം യുവാക്കൾ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ യുവത്വ കാലഘട്ടം കഴിഞ്ഞാൽ ഒന്നും തിരിച്ചു കിട്ടില്ല. യുവത്വ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കും, എന്തു നേടി ഇത്രയും കാലഘട്ടത്തിൽ. നമുക്ക് പറയാൻ കഴിഞ്ഞുവെങ്കിൽ അത് വലിയ നേട്ടമാണ്, ഇല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നമ്മളൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ, ഈ 4 വിഷയങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ, നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മരണത്തിന് മുമ്പ് ജീവിതം നന്നാക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന വചനമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അങ്ങനെ തന്നെയാണെങ്കിൽ, അങ്ങനെ അവർ തോന്നിയതുപോലെയാണോ ചെയ്യുന്നതെങ്കിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാകണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വിജ്ഞാനം, ആ വിജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. അതിൽ നമ്മൾ ആർത്തി കാണിക്കണം, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള വിഷയത്തിൽ. മൂന്നാമത്തേത്, സമ്പത്ത് നേടുന്ന വിഷയത്തിലും ചെലവഴിക്കുന്ന വിഷയത്തിലും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തെക്കുറിച്ച് അതും ചോദ്യമുണ്ട്. അതും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ തോന്നിയതുപോലെ ജീവിച്ച അവസാനം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ നമുക്ക് പാടില്ല. നല്ല നിലക്ക് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എനിക്കും നിങ്ങൾക്കും പോകാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളുമൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്.
ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തഖ്വ എന്നുള്ളത്, സൂക്ഷ്മതാബോധം. ഒരു ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചതാണ്. 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. 1 ഈമാൻ, 2 ഇഖ്ലാസ്, 3 ഇത്തിബാ, വിശ്വാസവും ആത്മാർത്ഥതയും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. തഖ്വ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുള്ളത് മലയാളത്തിൽ ഏറ്റവും എളുപ്പം നന്മയിലേക്ക് കുതിക്കാനും തിന്മയിൽ നിന്ന് പിന്മാറാനുമുള്ള ഒരു മനസ്സ്, അതാണ് തഖ്വ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നന്മയിലേക്ക് കുതിക്കാൻ, നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് പിന്മാറാനുമുള്ള ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? അതാണ് തഖ്വ എന്നുള്ളത് യഥാർത്ഥത്തിൽ. അതാണ് സൂക്ഷ്മതാബോധം. ഏത് സമയത്തും അള്ളാഹു എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ഞാൻ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്, ഇവിടെ ആരുമില്ല, എനിക്കെന്ത് തിന്മയും ചെയ്യാം എന്ന് നമ്മുടെ മനസ്സ് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെ അവസരം കിട്ടിയാൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, തിന്മ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അങ്ങനെ മാനസികമായിട്ട് യാതൊരു നിലക്കും നമ്മൾ ആ തിന്മയുമായിട്ട് സഹകരിക്കുന്നില്ല എങ്കിൽ അതാണ് തഖ്വ എന്നുള്ളത്. അത് എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. വളരെ ചെറിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എൻ്റെ നഫ്സിനെ, എൻ്റെ മനസ്സിനെ നീ തഖ്വ നൽകണമേ. വസക്കിഹാ, അതിനെ നീ പരിശുദ്ധിപ്പെടുത്തണമേ. അൻത ഖൈറു മൻ സക്കാഹാ, നീയാണ് അതിനെ പരിശുദ്ധിപ്പെടുത്തുന്നവൻ. അൻത വലിയുഹാ, നീയാണ് എൻ്റെ സഹായി. വമൗലാഹ, നീയാണ് എൻ്റെ രക്ഷിതാവ്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കണം എന്നുള്ളതാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹ. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ബെഡിലേക്ക് പോകുന്ന സമയം വരെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രത്തോളം പ്രാർത്ഥനകളാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വാഹനം എടുത്തുകൊണ്ട് വാഹനത്തിൽ കയറുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. എപ്പോഴും അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ വേണം. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഓർക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ, അല്ലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എത്രത്തോളം അടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് എല്ലാം തരും. അള്ളാഹു നിങ്ങളിലേക്ക് കടന്നു വരും. അതാണല്ലോ നമുക്ക് എന്തും അള്ളാഹുവിനോട് പറയാം. അള്ളാഹു കാത്തിരിക്കുകയാണ്. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിനോട് നമുക്ക് ഏറ്റുപറയാം. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നമ്മൾ പതിവാക്കുക. ജീവിതത്തിൽ ഏത് സമയത്തും നമുക്ക് തഖ്വ നിലനിർത്താൻ കഴിയണം എന്നുള്ളതാണ്. ആ തഖ്വ ഉണ്ടെങ്കിലേ ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകാനുള്ള മനസ്സുണ്ടാവുള്ളൂ. ആ തഖ്വ ഉണ്ടെങ്കിലേ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അതുണ്ടെങ്കിലേ നമുക്ക് സുന്നത്ത് നോമ്പ്, ഫർള് റമളാനിൽ ഏതായാലും നമ്മൾ എടുക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് എടുക്കുന്ന വിഷയത്തിലും നമുക്ക് ഒരുപാട് മുമ്പന്തിയിലെത്താൻ കഴിയൂ. ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് ജീവിതത്തിൽ കഴിയുന്ന അത്രയും നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സന്ദർഭം ആദ്യമേ ഒരു സൂക്ഷ്മതാബോധം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുറഞ്ഞ ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ വഴിമാറിക്കൊടുക്കണം, അല്ലേ? ഈ യാത്ര, ഈ ലോകത്തെ ജീവിതം എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ, ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. ആ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് ട്രെയിൻ നിറച്ചും ആളുകളുണ്ടാകും. ഓരോ സ്റ്റേഷൻ അടുക്കുമ്പോഴും ഓരോ ആളുകളും ഇറങ്ങിപ്പോകും. ഇതുപോലെ പരലോകത്തേക്കുള്ള ഒരു വാഹനത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഓരോ സമയത്ത് ഓരോ സ്ഥലത്തും ഇറങ്ങിപ്പോകേണ്ട ആളുകളാണ്, മരണപ്പെട്ടു പോകും. ആ ഒരു ചിന്ത ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട,
നമ്മുടെ കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, വീടിനെക്കുറിച്ചോ കുടുംബക്കാരെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കേണ്ട. അത് അള്ളാഹു വേറൊരു വഴിക്ക് തന്നെ അവരെ വളരുവാനും അവരുടെ ജീവനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു മാർഗം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ബോധമുണ്ടാകണം എന്ന് മാത്രം ഞാൻ പ്രത്യേകം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയാണോ ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും അവധി കണക്കാക്കിയിട്ടുള്ളത്, ആ സമയം എത്രയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എല്ലാം സംഭവിച്ചു പോയിട്ടുണ്ടാകാം. ആ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കിനി പുറത്തു തരണമേ. അള്ളാഹുവെ, പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാരും സഹാബികളും കടന്നു പോകുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനും ശാശ്വതമായി കഴിഞ്ഞുകൂടാനും അള്ളാഹുവെ ഞങ്ങൾക്കിനി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഒരുപാട് സഹോദരിമാർ ആശുപത്രികളിൽ, വീടുകളിൽ, നമ്മുടെ ഈ പള്ളിയിൽ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഒരുപാട് സഹോദരങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആശുപത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഴിയുകയാണ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. ഒരുപാട് സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സഹോദരിമാർ, അള്ളാഹുവെ, ആ കടങ്ങളെല്ലാം വിട്ടുവാനും സമാധാനത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകൾ, സാമ്പത്തികമായിട്ട് എല്ലാ നിലക്കും സഹായിക്കുന്നവർ, അള്ളാഹുവെ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹുവെ, മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹുമുൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.